ആശാൻ നിങ്ങളിങ്ങനെ തലങ്ങും വിളങ്ങും നടന്നു നിൽക്കേണ്ട ഒരു ബാക്കി ഇരുന്നിട്ട് നിങ്ങളൊരു തീരുമാനം പറയും. എത്ര നേരമായി ഇരിക്കണ്? അനക്കൊന്നും പറയല്ലേ? എന്താ ചെയ്തലാ പറ. ആശാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ മൊയ്ത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്കിപ്പോ ഈ സീസണൊക്കെ അവസാനിച്ചിട്ട് പിന്നെ സീസൺ തുടങ്ങണത് നമുക്ക് ഓണത്തിനാണല്ലോ. അതെ, ഓണത്തിന് 10-15 നാടകം നമുക്ക് കിട്ടുന്നതാ. ഒരൊറ്റ നാടകം ഇല്ല. ഇനിയിപ്പോ ഈ വർഷം നാടകം ഉണ്ടാവൂല. നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ജീവിത മാർഗത്തിന് ചെയ്തേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ആശാന്റെ വിളി വന്നപ്പോ തന്നെ കളിയുണ്ടെന്നും പറഞ്ഞ് പെട്ടിയെടുത്തോണ്ട് പോകുന്നു. ഇനി വീട്ടിലെന്ത് പറയും? വീട്ടിലെ കാര്യമാണെങ്കിൽ അതിലും വലിയ കഷ്ട. അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാൻ പോലും നയ പൈസ ഉണ്ടായില്ല. ഈ വിഷമൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കുക. ഞാൻ ഒന്ന് പറയാം, ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാനലാണ്. എടാ മൊയ്തോ, ഞങ്ങള് നാടകക്കാരല്ലേ, ഞങ്ങൾക്ക് നാടകം കളിക്കാനല്ലേ അറിയൂ. ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും നാടകം കളി നടക്കൂല. അപ്പോഴാണ് ഈ വെബ് സീരീസ് ഇപ്പൊ എല്ലാരും അതാണ് ചെയ്യണത്. നാടകം പോലെ അല്ലാന്ന് ഈ സീരിയല്, അതൊക്കെ വേറെ രീതിയിൽ, അതൊന്നും ശരിയാവില്ല. എത്ര ആൾക്കാർ ചെയ്തിട്ട് എന്തൊക്കെ ചവറ വന്ന് പോണ് യൂട്യൂബിൽ. എന്റെ ആശാനെ ഇങ്ങളെ പോലത്തെ ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, ഇവരെ പോലെ അഭിനേതാക്കൾ, എനിക്ക് ഒരു പണിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കല്യാണങ്ങളൊന്നും നടക്കില്ല. എന്റെ ക്യാമറ വെറുതെ കിടക്കുക. അപ്പൊ ക്യാമറ എടുത്ത് ഞാനത് ഷൂട്ട് ചെയ്തോളാം. അതുപോലെ എന്തിനാ പുറത്തു പോണ? കയ്യിലൊരു കിടിലൻ ഹീറോ ഇരിപ്പില്ലേ? ആരാത്? കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞു. നാടകം അറിഞ്ഞിട്ട് ആശാൻ നാടകം സംവിധാനം ചെയ്ത് 2 അവാർഡും കിട്ടിയത് ആശാനും ആയത്. 2 എനക്കും കിട്ടിയ അവാർഡ്. നിനക്കെപ്പോഴാ അവാർഡ് കിട്ടിയത്? ആശാ കഴിഞ്ഞ മിഥുനത്തിന് എനക്ക് തന്നില്ലേ ചേച്ചിന്ന്? അതാ ക്ലബിലുകാര് തന്നിട്ടുള്ള മൊമെന്റ് ആണ്. അത് വീട്ടിൽ വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാ ഞാൻ. ഈ വക ആളുകളെ വെച്ചിട്ട് വേണം ഇത് നടത്തിക്കൊണ്ടുപോകാൻ. എങ്ങനെയുണ്ട്? അല്ല ആശാൻ, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് കുളിച്ച് യാത്രയായി വീടിന് പുറത്തോട്ട് ഇറങ്ങിയ ആളുകൾ ചോദിക്കും, ഇന്നെവിടെയാണ് കളി? ഞാൻ എന്ത് പറയും? എന്റെ പ്യാരി, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ ഒരു കലാകാരന്മാർക്കും ഇല്ല പ്രോഗ്രാം. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കലാകാരനുണ്ട്. ആരാറിയോ? മന്മഥനോ? നമ്മളാ സുഗതന്റെ മരുവല്ലേ, മുടിയൊക്കെ നീട്ടി വളർത്തി. കലാകാരൻ അല്ലല്ലോ, ഓനങ്ങൾ അങ്ങനെ ഇതാക്കണ്ട. മാസത്തിൽ 80,000 റുപ്യ വരെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആന്ന് ആ കോലവും വെച്ചിട്ടാ. പിന്നെ അല്ലാണ്ട് ഇനി വേറെ ഒന്ന് കേട്ടോളി, നമ്മളെ മണ്ടു തുടങ്ങിയിരിക്കണ ചാനൽ. മണ്ടോ? നമ്മളെ ആശാന തല്ലിയ മണ്ടുല്ലേ? ആശാനാരതല്ലേ? അത് ചോദിച്ചിട്ട് ബാക്കി കാര്യം, ചാനലിന് ചർച്ചയിലും ബാക്കി കാര്യം. പോട്ട, അത് പഴയ കാര്യമാണ്. നാടകം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവളെ അതൊന്നും നോക്കാതെ ആ സൂതനായിട്ട് ചിങ്കരിച്ചോണ്ട് നിന്നു. അതിന് പോയി ആശാനൊന്നും ഉള്ളിയതാ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഓള് വരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണം. പിന്നെ ഞമ്മക്കെന്താ തുടങ്ങിയാലെന്ന്. ഒന്നും നോക്കണ്ടല്ലേ, അങ്ങോട്ട് തുടങ്ങാശാനെ. ആശാന അതൊരു കഥ ഇവിടെയാണ്. ബാക്കി കാര്യം സത്യേട്ടാ, നിങ്ങളെ കൈ കൊണ്ട് നോക്കി. അതെ, ചിത്ര വെക്കി. അപ്പൊ സത്യ തിയേറ്റേഴ്സ് ഒരുക്കുന്ന വെബ് സീരീസ്. അപ്പൊ ഡയലോഗ് പഠിച്ചില്ലേ? ഹൃദയസ്ഥല്ലേ? എന്നാ തുടങ്ങാ അല്ലേ? അപ്പൊ ആശാൻ പറയുമ്പോ ഡയലോഗ് പറയണം. ആശാൻ പറയുമ്പോ അല്ലടാ, ആക്ഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങും. പറയാ തുടങ്ങാ. ആകെ വേണോ? അതൊക്കെ നല്ലതാ. തൊട്ടാള് നല്ലതാ. നാടകല്ല, വെബ് സീരീസാ. ഓണാക്കണം. ഓണാക്കണ്ടത് എങ്ങനെയാ എടുക്കല്? നിങ്ങൾ വല്ലാണ്ട് വെറുപ്പിക്കരുത്. ഞാൻ എത്ര കല്യാണം ആൽബം എടുത്ത ആളാട്ടോ. ഞാൻ പറഞ്ഞുതരാം. കല്യാണം എടുക്കണ പോലെയല്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കല്യാണം ഞാൻ എടുത്തിട്ടുണ്ട്. സമയങ്ങളല്ലേ, ഞാൻ ക്യാമറ ഓൺ പറയും, അപ്പോഴും ഓണാക്കുള്ളൂ. ഓണാക്കി. അപ്പൊ ക്യാമറ ഓൺ, ക്യാമറ റണ്ണിങ്, ആക്ഷൻ. ഒരു ലേശം കുറയ്ക്കും. ഒന്നര റോളിംഗ് സാർ. ആക്ഷൻ. ഫെഡറിക് ഓന്റെ പേര്. അതല്ല, ഞാൻ ആ പെട്ടെന്ന് ശബ്ദം കുറയ്ക്കേണ്ട ഒരു ഇതിൽ പെട്ടെന്ന് ക്യാമറ ഓൺ ആയിക്കോ. റണ്ണിങ്, ആക്ഷൻ. 26 വയസ്സായ നിനക്ക്. നാളിത്രയായിട്ടും ഈ വീടിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. നിനക്കൊരു പെങ്ങളുണ്ടെന്നുള്ള കാര്യമെങ്കിലും നീ ഓർക്കണം. അതെ, നമ്മള് ഈ സ്റ്റേജിൽ അഭിനയിക്കണ പോലെ അത്ര വേണ്ട. നോർമലായിട്ട് പറഞ്ഞാൽ മതി. ഇതിന്റെ അകത്ത് കാണുമ്പോ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഭയങ്കര എക്സ്പ്രഷൻ ആണ്. എന്തിനാ ഇത്രയൊക്കെ എക്സ്പ്രഷൻ കൊടുക്കണേ? റണ്ണിങ് സാർ.
ഉറക്കം വിളിക്കാം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇയ്യൊരു ഞെട്ടിയല്ലോ. ഞാൻ അത് കറക്റ്റായി നിന്നതാണ് അത്. നല്ല നടന്മാരാണ് അല്ല നമ്മളെ ആശാന നമ്മളത് ഇത് ചെയ്തിട്ടില്ലല്ലോ. വെബ് സീരീസിന്റെ വ്യത്യാസമാണേ. അല്ല ഈ വേഷം ആശാൻ ചെയ്ത് ശരിയാവും തോന്നല്ലത്. അല്ല അത് വേണ്ട. റെഡി ശിവളാ, പറ്റും, പറ്റും. ഞാൻ പോടാ ഏ? ഈ സീനില് നിന്റെ സീൻ ആയിട്ടില്ല, ഒരു സീൻ എടുത്തിട്ടില്ലല്ലോ. അലാശാന്റെ തട്ടക്കേറി 2 മണിക്കൂർ തുടർച്ചയായി ഡയലോഗ് പറയുന്നത് ഞാനാണ് ഇവരിൽ വന്നു പോകുന്ന നാടകത്തിൽ ഇതിൽ ഒരൊറ്റ ഡയലോഗ് ഇല്ല. ദാ ഒരു സീൻ എടുക്കട്ടെ. ഇത് ഉണ്ണി ഇതൊന്ന് കഴിയട്ടെ ഒന്ന്. നാടകല്ലത്, അത് കാണുന്നില്ല ആശാൻ എന്റെ ഡയലോഗ്. ഇത് കളയല്ലേ. നിക്ക്, നിക്ക്, നിക്ക്. Ready, sir? ഇത് എടുക്ക് ആശാനെ. എടുക്കാം. Yes, camera running. ആക്ഷൻ. ഫെഡറിക്കേ എന്താണ് ശീതള എത്ര പ്രാവശ്യം ഇത് പറയണേ? വരരുതെന്ന് പറയുമ്പോ ഇവിടെ എത്തണം, എന്നാലും എനിക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ റെഡി സാർ. ആശാൻ ഓക്കെ, ആശാൻ ഓക്കെ. ഇതൊക്കെ ആൽബത്തിൽ അഭിനയിക്കുന്ന ചെക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി സാറേ. റെഡി, ആ ഇട് റെഡി, ക്യാമറ ഓൺ, റണ്ണിങ്, ആക്ഷൻ. ഫെഡറിക്കേ ഇനി ഇവിടെ വരരുത്. 10-26 വയസ്സായ നിനക്ക്. എന്തേ തെറ്റിച്ചെന്ന്. നീ ഇവിടെ വരരുതെന്ന് മുതല് വേറൊരു സീനായിട്ട് എടുക്കാന്ന് ആശ നേരത്തെ പറഞ്ഞിരുന്നു. 10-26 വയസ്സ്. അതാ ഞാൻ പറഞ്ഞത്. നീ ഇതിന്റെ ഇടയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് ഫെഡറിക്കൊന്നും മാറ്റാൻ പറ്റിട്ട് വല്ല തമ്പിന്ന ശശിന്ന വല്ല അല്ല പറയാൻ പറ്റില്ല. പറയണേ ശരിയില്ല, അതുകൊണ്ട് തന്നെ അവൻ പറയണേ. ഓക്കെ എടുക്കാം. ഇത് ഓക്കെ ആയിരിക്കണം കേട്ടോ. റെഡി, ക്യാമറ ഓൺ, റണ്ണിങ് സാർ, ആക്ഷൻ. വല്ലാണ്ട് പറഞ്ഞു പോയോ? ഫെഡറിക്കേ, ആ ഫെഡറിക്കേ, ഫെഡറിക്കേ ഫെഡറിക്കേ ആ, അത് മതി, അങ്ങനെ മതി. റെഡി, ഫെഡറിക്കേ റണ്ണിങ് സാർ, ആക്ഷൻ. ഫെഡറിക്കേ ആ 10-26 വയസ്സായി നിനക്ക്. ഫെഡറിക്കേ അച്ഛാന്നാ വിളിക്കണ്ടത്. ഇത് ശരിയാവണില്ല കേട്ടോ. എന്താണ് ഞാൻ ഫെഡറിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ അത് തന്നെ നിന്ന്. ഒരു സീന് പോലും കിട്ടില്ല കേട്ടോ. എന്ത് അല്ലാണ്ട് ഞാൻ പറഞ്ഞത് ഇവനിപ്പൊ എന്നെ അച്ഛാന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഫെഡറിക്ക് അച്ഛൻ എന്തിലാ ശരിയാണ്. ഞങ്ങൾ വെറുത്തുവാണ്. നീ വിളിക്കേണ്ടത് ലാസ്റ്റ് ആണ്. അല്ല, എല്ലാവരും ഇടയില് ഞാൻ പറയണ പോലെ ചെയ്യും. ആ ശരി, തുടക്ക്. ഫസ്റ്റ് ഡയലോഗ് ഓക്കെ അല്ലേ? ഓക്കെയാണ് ആശാനെ. ഓക്കെ ആണോ? അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പൊ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ ഫസ്റ്റിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ ക്ലോസ് എടുക്കില്ല കേട്ടോ. ക്ലോസ് മുട്ടടക്കി. ഫെഡറിക്കേ ആ 10-26 വയസ്സായി നിനക്ക്. കറക്റ്റ്, അത് മതി. അത് ആ മീറ്ററിൽ പിടിച്ചാൽ മതി. റെഡി, റെഡി, ക്യാമറ റണ്ണിങ് സാർ, ആക്ഷൻ. സൈറം മറിമായം